അഫാനെ കൊണ്ടുള്ള തലവേദന ഒഴിയാതെയാണ് ജയിൽ അധികൃതർ മുന്നോട്ട് പോകുന്നത്. ആദ്യം ആത്മഹത്യാ ഭീഷണി മുഴക്കി, എന്നിട്ട് ചത്തില്ല. പക്ഷേ ഇനിയും ആത്മഹത്യ ചെയ്യുമോ എന്നുള്ള ഭയം കാരണം സെല്ലിന് പുറത്ത് പോലീസ് കാവൽ നിൽക്കുകയാണ്. ഇപ്പോൾ അഫാൻ റഹീമിനോട് പറയുന്നത്, ബാപ്പ എനിക്ക് തെറ്റുപറ്റിപ്പോയി, ബാപ്പ പോകുമ്പോൾ എന്നെയും കൂടെ ഒന്ന് കൊണ്ടുപോ, എനിക്ക് മാനസാന്തരം വന്നു, ഇനി ഞാൻ ആരെയും കൊല്ലില്ല, ബാപ്പ എന്നെയും കൊണ്ടുപോ എന്നാണ് കരഞ്ഞ് നിലവിളിക്കുന്നത്. അഫാന്റെ ഈ കരച്ചിൽ ജയിൽ അധികൃതരെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. അതായത് അഫാൻ പോലീസ് സ്റ്റേഷനിലായിരുന്നപ്പോൾ അഫാൻ എന്തെങ്കിലും ചെയ്ത് മരണം സംഭവിക്കുമോ എന്ന് ഭയന്നുകൊണ്ട് ചിക്കനും പൊറോട്ടയും മീനും യൂറോപ്യൻ ക്ലോസറ്റും ഒക്കെ നൽകിയവരാണ് കേരള പോലീസുകാർ. 5 പേരെ മൃഗീയമായി കൊലപ്പെടുത്തിയ കേസിലെ പ്രതി 23-കാരനായ അഫാനെ ജനങ്ങളുടെ പണത്തിൽ ചെലവും കൊടുത്ത് ഇങ്ങനെ തിന്ന് കൊഴുപ്പിക്കുകയാണ് കേരള പോലീസ്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ നിയമവ്യവസ്ഥയിൽ പ്രതികൾക്കും നീതിയുണ്ട്, നീതി ഉറപ്പാക്കണം എന്നുള്ളതാണ്. എന്തായാലും അഫാനെ റഹീമിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തപ്പോൾ നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് നെഞ്ചു പൊട്ടിക്കൊണ്ട് ബാപ്പ അഫാനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്, അമ്മയും അനിയനും തെണ്ടുന്നത് കാണാൻ വയ്യ എന്ന്. അങ്ങനെയാണെങ്കിൽ അമ്മയും അനിയനെയും തീർത്താൽ പോരെ, എന്തിനാണ് ഉമ്മുമ്മയും അച്ഛൻ്റെ ബാപ്പയുടെ സഹോദരൻ്റെ ഭാര്യയും പ്രണയിച്ച പെൺകുട്ടിയും ഒക്കെ തീർക്കുന്നത് എന്നുള്ള ഒരു വലിയ ചോദ്യം ഇവിടെ ബാക്കിയാകുന്നു. എന്തായാലും അഫാൻ ഇപ്പോൾ വീട്ടിൽ പോകണം. ഇനിയുള്ള 3 പേരെ കൂടി കൊലപ്പെടുത്താൻ പ്ലാനിങ് നടത്തിയിരുന്നു. ആ 3 പേരുടെ ജീവൻ അപകടത്തിലാണ്. ആ 3 പേരെ തീർക്കാനാണോ എന്നറിയില്ല. ഇപ്പോൾ വീട്ടിലേക്ക് പോകണം എന്നാണ് അഫാൻ പറയുന്നത്. അഫാനും റഹീമും നേർക്കുനേർ കണ്ടിരുന്നു. ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തിരുന്നു. എല്ലാം തകർത്ത് കളഞ്ഞില്ലേ എന്നാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് റഹീം അഫാനെ കണ്ടപ്പോൾ ചോദിച്ചത്. ഇതിന് അമ്മയും അനുജനും തെണ്ടുന്നത് കാണാൻ വയ്യെന്നായിരുന്നു അഫാൻ നൽകിയ മറുപടി. റഹീം പോയതിനു ശേഷം അഫാനെ തിരികെ ജയിലിലേക്ക് മാറ്റിയിരുന്നു. പിന്നീടാണ് വീട്ടിലേക്ക് പോകണം, ഉമ്മച്ചിയെ കാണണം, മാതാപിതാക്കളുടെ കൂടെ കഴിയണം എന്നൊക്കെയുള്ള ആവശ്യം ഉയർന്നത്. എന്തിനാണ് ഇനി അവരെയും കൂടെ കൊല്ലാനാണോ എന്നാണ് പലരും ചോദിക്കുന്നത്. ഉമ്മച്ചിയെ കൊല്ലുമെന്ന് ജയിൽ അധികൃതരോട് പലതവണ അഫാൻ പറഞ്ഞിട്ടുണ്ട്. റഹീം വന്ന് സംസാരിച്ചതോടെ അഫാന് മാനസാന്തരമുണ്ടായോ എന്ന ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. എന്നാൽ ഇനി ഒരിക്കലും മകനെ കാണാൻ ആഗ്രഹമില്ല എന്ന് റഹീം വെട്ടി തുറന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഷെമിക്ക് ഇപ്പോഴും മകനെ കാണണം എന്ന ആഗ്രഹമുണ്ട്. റഹീമിന്റെ ബന്ധുക്കൾ ആരും ഷെമിയെ കാണാൻ വരാറില്ല. എന്നാൽ ഷെമിയുടെ ചില ബന്ധുക്കൾ വരാറുണ്ട്. അവരും പറയുന്നത് ഇനി ഒരിക്കലും അഫാനെ കാണാൻ ഇടവരരുത്, ഷെമിയെ കാണാൻ അഫാനെ അനുവദിക്കുകയും ഇല്ല എന്നാണ്. 5 പേരെ കൊന്നിട്ട് തെറ്റുപറ്റിയതാണ്, എനിക്ക് മാനസാന്തരമുണ്ടായി, തിരികെ വീട്ടിലേക്ക് പോകണമെന്നൊക്കെ പറഞ്ഞാൽ സെല്ല് തുറന്നു തരുമെന്നാണ് അഫാൻ കരുതിയത്. കൃത്യമായ പ്ലാനിങ്ങോടെ അഫാൻ കൊലപ്പെടുത്തിയത് 5 പേരെയാണ്, അല്ലാതെ പട്ടിക്കുഞ്ഞിനെയോ പൂച്ചക്കുഞ്ഞിനെയോ അല്ല. മൃഗങ്ങളെ കൊന്നാലും അഴിക്കുള്ളിൽ കിടക്കണം. അപ്പോഴാണ് 5 പേരെ തീർത്തിട്ട് വീട്ടിൽ പോയി സുഖമായി കഴിയണമെന്ന ആവശ്യം. അഫാനെതിരെ അമ്മ മൊഴി കൊടുത്ത കാര്യമൊക്കെ റഹീം മകനോട് വ്യക്തമാക്കിയിട്ടുണ്ട്. അഫ്സാനെ കൊന്നതിന് നിന്നോട് പൊറുക്കില്ലെന്നും റഹീം അഫാന്റെ മുഖത്തു നോക്കി പറഞ്ഞു. ജയിൽ ജീവിതം അഫാന് മടുത്തു കഴിഞ്ഞു. വലിയ ദൂർത്ത് നടത്തി ജീവിച്ചയാളാണ് 23-കാരനായ അഫാൻ. അവൻ ഭക്ഷണം നന്നായി കഴിക്കും, അതിനുവേണ്ടി ഒരുപാട് പൈസ ചെലവാക്കുമെന്ന് റഹീം തന്നെ മുൻപ് പറഞ്ഞിരുന്നു. ജയിൽ ഭക്ഷണം അഫാന് പറ്റുന്നില്ല. മാത്രമല്ല രാത്രികാലങ്ങളിൽ കറങ്ങി നടന്നിരുന്ന ആളാണ് അഫാൻ. സെല്ലിനുള്ളിലെ 4 ചുവരുകൾക്കുള്ളിൽ അടച്ചുപൂട്ടിക്കിടക്കാൻ അഫാന് കഴിയില്ല. അതിൻ്റെ അസ്വസ്ഥതകൾ അഫാൻ വരും ദിവസങ്ങളിലും കാണിക്കും. അഫാനെ കൗൺസിലിങ്ങിന് വിധേയമാക്കാൻ ജയിൽ അധികൃതർ നീക്കം നടത്തുന്നുണ്ട്. എന്നാൽ അഫാൻ അതിനോട് സഹകരിക്കുമോ എന്നതാണ് ചോദ്യം. മാതാപിതാക്കളെ കാണണമെന്ന ആവശ്യം ആവർത്തിക്കുന്നുണ്ടെങ്കിലും അഫാൻ ഇപ്പോൾ ഒതുങ്ങിയിട്ടുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. ഇതിനു മുൻപ് അഫാൻ പോലീസിന് മുന്നിൽ വലിയ ആവശ്യങ്ങളൊക്കെയാണ് നിരത്തിയിരുന്നത്. എന്തായാലും അഫാന്റെ ഇപ്പോഴത്തെ ഈ ഒരു നിലപാട്, അഫാൻ കരുതിയത് 5 പേരെ കൊന്ന് ജയിലിന് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ പോലീസുകാര് പെട്ടെന്ന് തന്നെ എനിക്ക് മാനസാന്തരം വന്നു, അങ്ങ് പോലീസുകാർ ഇറക്കി വിടുമെന്ന്. എന്ത് കരുതിയിട്ടാണ് ഈ 23-കാരനായ പ്രതി, ഈ കൊടും ക്രിമിനൽ ഈ കുറ്റകൃത്യം ചെയ്തത് എന്നുള്ളത് ഇപ്പോഴും ചോദ്യചിഹ്നമായി തുടരുന്ന അവസ്ഥയിലാണ് അഫാൻ. റഹീം അഫാനെ കണ്ടപ്പോൾ റഹീം പറഞ്ഞത്, ഒരിക്കലും നിനക്ക് മാപ്പില്ല, എൻ്റെ ഇളയ മകനെയും എൻ്റെ ഉമ്മയെയും എൻ്റെ മാതാപിതാക്കളെ കാണണമെന്ന ആവശ്യം ആവർത്തിക്കുന്നുണ്ടെങ്കിലും അഫാൻ ഇപ്പോൾ ഒതുങ്ങിയിട്ടുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. ഇതിനു മുൻപ് അഫാൻ പോലീസിന് മുന്നിൽ വലിയ ആവശ്യങ്ങളൊക്കെയാണ് നിരത്തിയിരുന്നത്. എന്തായാലും അഫാന്റെ ഇപ്പോഴത്തെ ഈ ഒരു നിലപാട്, അഫാൻ കരുതിയത്
5 പേരെ കൊന്ന് ജയിലിന് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ പോലീസുകാർ പെട്ടെന്ന് തന്നെ എനിക്ക് മാനസാന്തരം വന്നു, അങ്ങ് പോലീസുകാർ ഇറക്കി വിടുമെന്ന്. എന്ത് കരുതിയിട്ടാണ് ഈ 23-കാരനായ പ്രതി, ഈ കൊടും ക്രിമിനൽ ഈ കുറ്റകൃത്യം ചെയ്തത് എന്നുള്ളത് ഇപ്പോഴും ചോദ്യചിഹ്നമായി തുടരുന്ന അവസ്ഥയിലാണ്. റഹീം അഫാനെ കണ്ടപ്പോൾ റഹീം പറഞ്ഞത്, ഒരിക്കലും നിനക്ക് മാപ്പില്ല. എൻ്റെ ഇളയ മകനെയും എൻ്റെ ഉമ്മയെയും എൻ്റെ സഹോദരനെയും കൊന്ന നിനക്ക് ഒരിക്കലും മാപ്പില്ല. ഷെമി എന്ന ഉമ്മയെ കാണണമെന്നാണ് അഫാന്റെ ആവശ്യം. ഷെമിയെ നീ ഒരിക്കലും കാണില്ല എന്ന് റഹീമും ഷെമിയുടെ ബന്ധുക്കളും റഹീമിന്റെ ബന്ധുക്കളും പറയുന്നുണ്ട്. എന്തായാലും ഇത് വളരെ ഈ ഒരു സാഹചര്യം പോലീസിനെ വല്ലാതെ അലട്ടുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം അഫാൻ ഇനി എന്താകും ഇതുവഴി ചെയ്യാൻ പോകുന്നത്? നേരത്തെ എലിവിഷം കഴിച്ച് മരിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ വിദഗ്ധ പരിശോധനയിൽ എലിവിഷം കഴിച്ചിട്ടില്ല. മാത്രമല്ല, കഴിച്ച എലിവിഷം വളരെ കുറഞ്ഞ അളവിലാണ്, അത് ആന്തരിക അവയവങ്ങളിൽ പോലും എത്തിയിട്ടില്ല എന്നാണ് വൈദ്യപരിശോധനയ്ക്ക് ശേഷം മനസ്സിലായത്. അങ്ങനെയാണ് എങ്കിൽ അഫാൻ ഇതൊക്കെ ചെയ്തിട്ട് സുഖമായി ജീവിക്കാനാണോ? ഉമ്മയും തനിക്കും മാത്രമായി സുഖമായി ജീവിക്കാനാണോ? ഏറ്റവും ഇളയ മകനോടാണ് ബാപ്പയ്ക്കും ഉമ്മയ്ക്കും സ്നേഹം കൂടുതൽ. ആ ഒരു രീതിയിൽ കൂടി അഫാൻ ഇതിനെ കണക്കിലെടുത്തോ? ഫർസാനെ ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടും ഫർസാന ഒഴിവായി പോകാത്തത് കൊണ്ടാണോ ഫർസാനെ ഇല്ലാതാക്കിയത്? താനും ബാപ്പയും ഉമ്മയും മാത്രം മതി, അതാണ് എൻ്റെ ലോകം എന്ന് കണ്ടിട്ടാണോ അഫാൻ ഇത്തരം ക്രൂരകൃത്യങ്ങൾ ചെയ്യാനുള്ള ഇട? ഇനി അതല്ല, ഏതെങ്കിലും നിരോധിത സംഘടനകളുമായിട്ടുള്ള അഫാന്റെ ബന്ധം, ആ ബന്ധം അവർ പറഞ്ഞതനുസരിച്ച് അഫാൻ ചെയ്തതാണോ? രക്തം കണ്ടറപ്പു മാറുന്നത് വരെ നീ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്താലേ ഞങ്ങളോടൊപ്പം നിന്നെ ചേർക്കൂ എന്നുള്ള എന്തെങ്കിലും നിലപാട് ആരുടെയെങ്കിലും ഭാഗത്തുനിന്നുണ്ടായോ? അതുകൊണ്ടായിരിക്കുമോ അഫാൻ ഇത്തരത്തിൽ ഈ ഒരു വലിയ കൊടും ക്രൂരത ചെയ്തത് എന്നുള്ള ചോദ്യമൊക്കെ വരുന്നുണ്ട്. എന്തായാലും മാനസാന്തരം വന്ന അഫാനെ എന്ത് ചെയ്യണമെന്നറിയാതെ, അഫാൻ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ഒക്കെ ഉഴലുകയാണ് കേരള പോലീസ്. അഫാൻ ഒരിക്കലും മാപ്പ് കൊടുക്കാൻ ഷെമിയുടെ വീട്ടുകാരോ റഹീമിന്റെ വീട്ടുകാരോ റഹീം എന്ന ബാപ്പയ്ക്കോ കഴിയില്ല എന്നുള്ളതാണ്. ഉമ്മയ്ക്ക് കഴിയും. കാരണം മകന്റെ എല്ലാ കൊള്ളരുതായ്മകൾക്കും കൂട്ടുനിന്ന ആളാണ് ഉമ്മ. ഉമ്മയ്ക്കറിയാം ഈ 35 ലക്ഷം രൂപയുടെ കടബാധ്യത വന്നത് എങ്ങനെയാണ്. മകന്റെ രാത്രികാല യാത്രകൾ എങ്ങോട്ടാണ്, മകൻ ആരെയൊക്കെ എപ്പോഴൊക്കെ എവിടെയൊക്കെ വെച്ച് കാണുന്നുണ്ട്, മകൻ ഏതൊക്കെ ഭീകര പരിശീലനം നേടിയിട്ടുണ്ട്, അഫ്സാനുമായി എന്തൊക്കെ പ്രശ്നങ്ങൾ മകനുണ്ട്, പുറത്തു വരാത്ത ഒരുപാട് ദുരൂഹതകൾ വെഞ്ഞാറമൂട്ടിലെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പുറത്തു വരാനുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് കൃത്യമായ വിവരങ്ങൾ വരാത്തത് എന്ന് ചോദിച്ചാൽ എന്തെങ്കിലും ദുരൂഹതകൾ ഉണ്ട്. ആ ദുരൂഹതകൾ ഒരുപക്ഷെ പുറത്തു പറഞ്ഞാൽ അത് അന്വേഷണത്തെ തന്നെ വഴിതെറ്റിക്കാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ടായിരിക്കും പോലീസ് അതിൽ കൃത്യമായ മൗനം പാലിക്കുന്നത്. മാത്രമല്ല, ഈ അഫാന്റെ ഈ ഫോൺ 8 വർഷത്തെ ഫോൺ രേഖകൾ പരിശോധിക്കണം എന്നുള്ള കൃത്യമായ വിവരങ്ങൾ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വരെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അവരത് കൃത്യമായി പരിശോധിക്കാനുള്ള തയ്യാറെടുപ്പിലുമാണ്. എന്തായാലും മാനസാന്തരവും പശ്ചാത്താപവും വന്ന അഫാനെ കോടതി വെറുതെ വിടുമോ? കാത്തിരുന്ന് തന്നെ കാണാം.